നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമല്ല. ഒത്തിരി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ മറികടന്നിട്ട് വേണം വിജയത്തിലേക്ക് എത്തുവാൻ. പക്ഷേ ആ യാത്രയിൽ പ്രതിസന്ധികളെ കണ്ട് ഭയന്നാൽ ഒരിക്കൽ പോലും ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾ വിജയത്തിലെത്തുവാൻ കഴിയാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ഒന്നുകിൽ പ്രതിസന്ധികളെ കണ്ട് അവർ ഭയന്നു മാറുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാതെ ഇനി മുന്നോട്ടില്ല എന്ന തീരുമാനത്തോടെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വഴിക്ക് യാത്രയാവും. പക്ഷേ പ്രതിസന്ധികളെ നല്ല സാധ്യതകളാക്കി കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അതിനെ മറികടക്കുവാൻ കഴിഞ്ഞാൽ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നത് തീർച്ചയായും നാം അറിഞ്ഞിരിക്കണം. 2016 ബ്രസീലിൽ നടന്ന ഒളിമ്പിക്സിൽ അഭയാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ടീമുണ്ടാക്കി മത്സരിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ച ആ അഭയാർത്ഥി കൂട്ടത്തിൽ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, യുർസ മാർഡിനി. സിറിയയിൽ ഡമാസ്കസിലാണ് അവർ ജനിച്ചത്. ഒരു നല്ല നീന്തൽ താരമാകുവാൻ ആഗ്രഹിച്ച് വളരെ ചെറുപ്പം മുതൽ നീന്തൽ പരിശീലനത്തിൽ അവർ ഏർപ്പെട്ടു. പക്ഷേ ഒരു നല്ല സൗകര്യമൊന്നും പരിശീലനത്തിന് അവർക്കുണ്ടായിരുന്നു. ബോംബ് വീണ് അവിടെ ഇവിടങ്ങളായി തുളഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ പൂളിൽ പരിശീലനം നടത്തി ആത്മവിശ്വാസത്തോടെ വിജയത്തിലെത്തുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് തൻ്റെ സ്വന്തം മണ്ണിനോട് വിട പറഞ്ഞ് ലെബനോൻ വഴി അവർ ടർക്കിയിലെത്തി. ടർക്കിയിൽ പാർത്തിട്ട് എങ്ങനെയെങ്കിലും ആ രാജ്യത്തിൽ നിന്ന് യൂറോപ്പിൻ്റെ മണ്ണിൽ കാലുകുത്തി പരിശീലനം പൂർത്തീകരിച്ച് ഒളിമ്പിക്സിന് പോകണമെന്നതായിരുന്നു അവരുടെ യാത്ര. അങ്ങനെ ടർക്കിയിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ അവർ ഗ്രീസിലേക്ക് യാത്ര ചെയ്യുകയാണ്. കേവലം 6 പേർക്ക് മാത്രം കയറുവാൻ കഴിയുന്ന ഒരു ചെറിയ ബോട്ടിൽ മറ്റ് 20 പേരോടുകൂടെ അവരും കയറി. തീരത്തോടടുക്കുവാൻ ഏതാണ്ട് 30 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ആ കപ്പൽ അതിൻ്റെ എൻജിൻ പ്രവർത്തനം നിലയ്ക്കുവാനിടയായി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ട് യുർസ മർഡീനി മറ്റു 3 പേരോട് ഒരുമിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കയറുകൊണ്ട് പരസ്പരം കൂട്ടിക്കെട്ടി ശക്തമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അടുത്ത 3.5 മണിക്കൂർ തീരം ലക്ഷ്യമാക്കി അവർ നീന്തി. അവിടെ നിന്ന് ഗ്രീസിലെത്തുന്ന മാർഡിനി പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ജർമ്മനിയിലെത്തി. ആ ജർമ്മനിയുടെ മനോഹരമായ പരിശീലന കേന്ദ്രങ്ങളിൽ വളരെ കുറച്ച് ദിവസം മാത്രം പരിശീലിക്കുവാനാണ് അവർക്ക് അവസരമുണ്ടായത്. ഒടുവിൽ ബ്രസീലിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഒരു നീന്തൽ താരം എന്ന നിലയിൽ മറ്റ് അഭയാർത്ഥികളോട് ചേർന്ന് മത്സരിക്കുവാനുള്ള അവസരവും അവർക്കുണ്ടായി. ആ മത്സരവേദിയിൽ നീന്തൽ താരങ്ങളോട് അവരുടെ ജീവചരിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും, ഏറ്റവും നല്ല പരിശീലകന്റെ കീഴിൽ നല്ല നീന്തൽ കുളത്തിൽ പരിശീലിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങനെയാണ് ഈ ഒളിമ്പിക്സിൽ എത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്നൊക്കെ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞേക്കാം.
പക്ഷേ യുർസ മർഡീനിയോട് ചോദിച്ചാൽ അവർ പറയും, ബോംബുകളുടെ ശബ്ദം കേട്ട് വളർന്ന് സ്വന്തം നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ യാതൊരു പിന്താങ്ങലുമില്ലാതെ വിവിധ രാജ്യങ്ങളിലൂടെ അഭയാർത്ഥിയായി ഓടി പരിശീലനത്തിന് പോലും അവസരമില്ലാതെ ഈ ഒളിമ്പിക്സ് വേദിയിൽ എനിക്ക് എത്തുവാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. തീർച്ചയായും പ്രതിസന്ധികളോട് പടവെട്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടം വരെ എത്തിയത് ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്നെ പേടിച്ചരണ്ട് എല്ലാം ഉപേക്ഷിച്ച് പിന്മാറിപ്പോകാമായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ എത്തിയത് കഠിനാധ്വാനവും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനസ്സും ആത്മവിശ്വാസവും. സത്യത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ജയിക്കാൻ കഴിയും. തോറ്റുപോകുമെന്ന് ആരൊക്കെ പറഞ്ഞാലും ധൈര്യത്തോടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോറ്റുപോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സില്ലാത്തത്, ആത്മവിശ്വാസം ചോർന്നു പോകുന്നു. പല കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസമില്ലാത്തത്. എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഒരിക്കലും സാധിക്കില്ലെന്ന് നാം പോലും ചിന്തിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ കൈകളിൽ എത്തിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കും. അതാണ് നമ്മുടെ മേലുള്ള ആത്മവിശ്വാസത്തിൻ്റെ ശക്തി. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് നിങ്ങൾ ഉറയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നയിക്കാൻ തുടങ്ങിയാൽ തോൽവിയും ഭയങ്ങളുമെല്ലാം പഴങ്കഥകളായി മാറും. ഉന്നതമായ വിജയം നിങ്ങളുടെ കൈകളിലെത്തും. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യണം. ആത്മവിശ്വാസം കൈവിട്ട് കളയരുത്. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവും.